നല്ല ടേസ്റ്റിയായൊരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവർക്കും ഇങ്ങനെ ട്രൈ ചെയ്യാം. കുറച്ച് മീൻവിട ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇനി ഒന്ന് വരിഞ്ഞെടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് വരയിടുന്നത് കൂടുതൽ ടേസ്റ്റ്, അരപ്പൊക്കെ ഉള്ളിൽ പിടിച്ച് ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും. മീനെല്ലാം ഞാൻ ഇവിടെ വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ ജീരകവും വലിയ ജീരകവും കുറച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചത്, പൊടിയായാലും കുഴപ്പമില്ല. ഒരു ഇത്ര പുളി എടുക്കും. മുളക് പൊടി 1 സ്പൂൺ. ഒരു ഇത്രയും ഉള്ളി എടുക്കും. ഇതിപ്പോൾ ഞാൻ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ആയാലും മതി. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ അരിപ്പൊടി. ഇപ്പോൾ ഞാൻ എടുത്ത സാധനമെല്ലാം ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ലേശം വെള്ളം ഒഴിച്ചാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ അരപ്പെല്ലാം ഞാൻ മീനിലോട്ട് പുരട്ടിയിട്ടുണ്ട്. ആ വരിഞ്ഞ വരയിൽ ഇടയ്ക്കോട്ടൊക്കെ പിരളത്തക്ക രീതിയിൽ പുരട്ടണം. എന്നിട്ട് ഈ അകത്തോട്ടൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് സമയമുള്ള അരമണിക്കൂറോ 20 മിനിറ്റോ 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ അരപ്പെല്ലാം മീനിൽ പിടിക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില നിരത്തി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് നമ്മളെ മീൻ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. എല്ലാ മീനും നിരത്തിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ അടപ്പൊക്കെ എങ്ങോട്ട് മാറ്റി ഓരോ മീനായിട്ട് ഇളക്കിയിടണം. കഴിയുന്നതും ആ കറിവേപ്പില ഇളകി വരാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. ഇതുപോലെ ഓരോന്നും ഇളക്കിയിടാം. ഇപ്പോഴെല്ലാം മീൻ ഇവിടെ തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും അടച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ തന്നെ. ഇപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറക്കിയെടുക്കാം.